പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിന് നന്ദി കർത്താവേ. ഇന്ന് കൂടിരാൻ ദൈവമേ സഹായിച്ചുല്ലോ കർത്താവേ. എന്നടിയെ എവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്നു കർത്താവേ, പ്രസംഗിക്കാൻ ദൈവമേ സഹായിക്കണമേ. ഈ വചനം തന്ന് ചാങ്ങിൽ ഉയർത്തുവാൻ ദൈവമേ സഹായിക്കണം കർത്താവേ. ഈ വചനം എല്ലാവർക്കും മനസ്സിലാക്കാൻ ദൈവമേ സഹായിക്കണമേ. ശിവച്ച ഈ പ്രാർത്ഥന കത്ത് ലഭിക്കുന്നു ഹൃദയച്ചക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. ഈ വേദിയിലിരിക്കുന്ന ദേവദാസൻ നോമ്പിലിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേഗം വരുന്ന എൻ്റെ യേശുനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സൺഡേ വർഷിപ്പിന് സാംസ് പറഞ്ഞിട്ടുണ്ട്, വൈപ്പിക്ക് പങ്കെടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക സെർമൺ പ്രസംഗിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. പ്ലസ് അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ് ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് പോകുന്നു. അതിനുവേണ്ടി 1 കൊരിന്ത്യർ എഴുതിയ ലേഖനം അതിലത്തെ 2-ാമത്തെ ചാപ്റ്റർ അതിൽ 16-ാമത്തെ വാക്യം. ഒന്ന് കൊരിന്ത്യർ 2:16. കർത്താവിൻ്റെ മനസ്സ് അറിയുന്നവർ ആർ. അപ്പോൾ ഇതിൻ്റെ ഒരു പഴയ നിബന്ധന ഇടുന്ന ലേഖനമാണ്. യെശയ്യാവ് 40:13 യെശയ്യാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മനസ്സറിയുന്നവർ ആരാണ്? അപ്പം അതിൽ അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൊരിന്ത്യർക്കുള്ള സഭയ്ക്ക് ലേഖനം എഴുതും. വെച്ചാൽ കൊരിന്ത്യർ സഭയിൽ അന്ന് കാലത്ത് അവർ ജാതികളായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ പാദത്തിലേക്ക് വന്നപ്പോൾ എന്താ പറയുക, അവരുടെ ഉള്ളിൽ കുറേ ഡൗട്ട് വന്നു, സഭയുടെ ഉള്ളിൽ കുറേ പ്രശ്നങ്ങൾ വന്നു. പിന്നെ എന്താ പറയുക, അവരുടെ ഉള്ളിൽ തന്നെ വേറെ പുതിയ ഡോക്ട്രിൻസ് കയറി വന്നു. അപ്പോൾ അവർക്കുള്ള വചനം എഴുതുമ്പോൾ അവർക്ക് അവിടുത്തെ ദൈവമക്കളെ ഓർപ്പിക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എഴുതിയൊരു ഇതാണ്, ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞവർ ആര്. എന്നിട്ട് അതിൽ കോട്ട് ചെയ്തിരിക്കുന്നതാണ്, താഴെ ചെയ്തിരിക്കുന്നതാണ്, നമ്മൾ വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് ക്രിസ്തുവിൻ്റെ എന്തുണ്ട് മൈൻഡ് ഉണ്ട്. മീൻസ് നമുക്ക് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ മൈൻഡ് അറിഞ്ഞവരാണ് നമ്മൾ ദൈവമക്കൾ. അപ്പോൾ ഈ സയൻസിലൊരു എന്താ പറയുക സൈക്കോളജിസ്റ്റ് ഒരു ഇതുണ്ട്, ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് മനുഷ്യന്മാരുടെ മൈൻഡ് അറിയാൻ വേണ്ടി. മീൻസ് ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയാണ്. നമ്മളെല്ലാം ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ച സംഭവമാണ് ജോഹേരി വിൻഡോ എന്ന് പറഞ്ഞൊരു സംഭവം. 2 സൈക്കോളജിസ്റ്റുകൾ കൂടി ഉണ്ടാക്കിയൊരു എന്താ പറയുക എക്സ്പെരിമെൻ്റാണ് ഇത്, മനുഷ്യന്മാരെ മൈൻഡ് അറിയാൻ വേണ്ടി. അതിൽ 4 ഭാഗമുണ്ട്. അതിലൊരു ഭാഗമാണ് ഓപ്പൺ ഏരിയ, ബ്ലൈൻഡ് ഏരിയ, ഹിഡൻ ഏരിയ, അൺനോൺ ഏരിയ. ഈ ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞത് എനിക്കറിയാം എൻ്റെ സ്വഭാവം പ്ലസ് നിങ്ങൾക്കറിയാം. അതിൽ ബ്ലൈൻഡ് ഏരിയ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം അറിയാം, അതൊരു ഏരിയ. അതിൽ വേറെ 3rd ഏരിയയാണ് ഹിഡൻ ഏരിയ. അത് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്കറിയില്ല എൻ്റെ സ്വഭാവം. അതിലൊരു 4ാമത്തെ ഏരിയയാണ് അൺനോൺ ഏരിയ. എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അത് പെട്ടെന്ന് ഒരാൾ എന്താ പറയുക, പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് പൊട്ടി തെറിക്കും ഒരാൾ. കണ്ടിട്ടില്ലേ? സൈലൻ്റ് ആയിരിക്കും ആൾ, ഒരു എന്താ പറയുക ഇന്നസെൻ്റ് ആൾ, പക്ഷേ പെട്ടെന്ന് എന്തൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പൊട്ടി തെറിക്കും. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒന്ന് സ്വഭാവം എന്ന് ചോദിക്കും. അതാണ് ഒരു അൺനോൺ ഏരിയ എന്ന് പറഞ്ഞത്. ഒരു മനുഷ്യന്മാർക്കുള്ള ഒരു 4 കൂട്ടം ഏരിയയാണ് ഒരാളുടെ സ്വഭാവത്തിലുള്ള ഒരു 4 കൂട്ടം. അത് മനുഷ്യന്മാരും ഹ്യൂമൻ തമ്മിലുള്ള സൊസൈറ്റിയും തമ്മിലൊരു റിലേഷനെ മനസ്സിലാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു റീസർച്ച് പ്രോസസ് ഇതാണ്, സൈക്കോളജി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതുപോലെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവരാര്. അപ്പോൾ എന്നിട്ട് താഴെ ഇരിക്കുന്നത് വി ഹാവ് ദ മൈൻഡ് സെറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്ക് പറ്റി. പക്ഷെ അങ്ങനെ വെറുതെ അങ്ങനെ ക്രിസ്തുവിൻ്റെ മനസ്സ് ആക്കാൻ നമുക്ക് പറ്റുമോ? അതായത് വേൾഡിൽ തന്നെ നമുക്കറിയാം 31% ക്രിസ്ത്യൻസ് ഉണ്ട് വേൾഡിൽ. ടോട്ടൽ നോക്കുമ്പോൾ എല്ലാ റിലീജിയനും ഓരോ യഹൂദന്മാർ, ഹിന്ദു, മുസ്ലിം നോക്കുമ്പോൾ
വേൾഡിലെ ടോട്ടൽ 31% വേൾഡിൽ നിന്ന് ക്രിസ്ത്യൻസ് ഉണ്ട്, ക്രിസ്ത്യൻസ് എന്നുണ്ട്. പക്ഷേ അതിൽ എത്ര പേര് ക്രിസ്ത്യൻസ് ആണെന്ന് വെച്ചാൽ അത് ഡൗട്ടാണ്. മീൻസ് അപ്പോൾ അത് അത്ര ഒന്നും ഉണ്ടാവില്ല. മീൻസ് വൺ ഹൂ ഫോളോ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ പാത ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന ആൾക്കാരാണ് ക്രിസ്ത്യൻസ് എന്ന് വെച്ചാൽ. നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ നോക്കുമ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാർ എല്ലാം ക്രിസ്ത്യൻസ്. ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ കാത്തലിക് ക്രിസ്ത്യനാണ്, ഞാൻ കനാനിയൻ ക്രിസ്ത്യനാണ്, ഞാൻ ആ ക്രിസ്ത്യനാണ്, ഈ ക്രിസ്ത്യനാണ് എന്ന് പറയും. പക്ഷേ അല്ല എന്തോരോ പേര് ക്രിസ്ത്യനാണ്. എന്താ ക്രിസ്തു ആരാന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ പഠിച്ച കുറേ പേരുണ്ടായിരുന്നു, അവർ ക്രിസ്ത്യനാന്ന് പറയുമ്പോൾ ഞാൻ ഇതാണ് നിങ്ങളാരും ഇതല്ല എന്താ പെന്തിക്കോസ്തുകാർ, നീ ക്രിസ്ത്യനൊന്നുമല്ല, നീ വേറെ അതിൽപ്പെട്ട ആളാണ് എനിക്ക് പറയും. പക്ഷേ അവർ ക്രിസ്തുവിനെ പറ്റി അധികം ചോദിക്കുമ്പോൾ അവർക്ക് വേറെ യേശു ക്രിസ്തുവിനെ പറ്റി അധികം അറിയില്ല. ബാക്കി അറിയുന്നത് ആരാ, മരിയ ആരാണ്, അപ്പോസ്തലൻ അതൊക്കെ പറ്റി അറിയാം. യേശു ക്രിസ്തു ആരാണെന്നോ എന്തിനാ വന്നേന്നോ ഒരു പിടിയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ്, അങ്ങനെ ഒരു കൂട്ടം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നെങ്കിൽ എന്ത് വേണം, യേശു ക്രിസ്തുവിൻ്റെ ആ പാത അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വചനം പറഞ്ഞ കൽപ്പനകൾ എന്തിനു വന്നു അതൊക്കെ നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അപ്പം എങ്ങനെ അത് മനസ്സിലാക്കാന്ന് വെച്ചാൽ ആദ്യത്തൊരു ഇതാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. എന്തിനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്, അതിന് ആദ്യത്തൊരു ആ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന ആ വ്യക്തിയുടെ ആദ്യത്തൊരു ചിന്തയുള്ള വ്യക്തിയാണ്. എന്തിനാ യേശു ക്രിസ്തു വന്നു ഭൂമിയിൽ, നമുക്ക് മനുഷ്യന്മാർക്ക് വേണ്ടി, ഈ പാവം ചെയ്ത മനുഷ്യന്മാർ ദൈവത്തിന് തെറ്റുപോയപ്പോൾ രക്ഷപ്പെടുത്താൻ വന്ന ആ വ്യക്തിത്വം ദൈവം ആണ് ആര്, യേശു ക്രിസ്തു. അപ്പോൾ അതൊരു യേശു ക്രിസ്തുവിനെ അറിയുന്ന ദൈവമക്കൾക്ക് അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മനസ്സറിയുന്ന വ്യക്തിക്ക് ഉള്ളൊരു ഭാവമാണ്. രണ്ടാമത്തെ ഒരു ഭാവമാണ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റിനുകൾ, പരിശുദ്ധാത്മാവുകൾ നടത്തപ്പെടുക. ഇപ്പോൾ അതിൽ നമുക്ക് റോമർക്ക് എഴുതിയ 8-ാമത്തെ ലേഖനം 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് വൺ ഹൂ ലീഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന് ലീഡ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ആര്, ദൈവമക്കളാണ്. അപ്പോൾ ദൈവത്തിന് മനസ്സറിയണമെങ്കിൽ എന്തായാലും ദൈവത്തിന് ആ തൃത്വത്തിൽ ഒരാളാണ് എന്ത്, പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ ഒരാളാണ് യേശു ക്രിസ്തു, തൃത്വത്തിലാണ് ദൈവം പിതാവ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ മനസ്സറിയണമെങ്കിൽ ഉള്ളിലാര് വേണം, പരിശുദ്ധാത്മാവ് വേണം. എന്നാൽ ദൈവത്തിന് മനസ്സ് ശരിക്കും ഒരാൾക്ക്. അപ്പോൾ അതിലൊരു ഭാഗമാണ് ലീഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. രണ്ടാമത്തെ ഒരു ഭാഗം സ്റ്റഡി ബൈബിൾ, ദൈവവചനം നന്നായി പഠിക്കുക. അതിൽ നമുക്ക് 2 തിമോഥെയോസിന് 2 തിമോഥെയോസ് 3:16-17 വാക്യം. ് 16-17 വെച്ചാൽ അപ്പോൾ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അതിൽ നമുക്കുള്ള നമ്മളിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് അതിലുള്ള ശാസനങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ദൈവം സംസാരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ മനുഷ്യന്മാരാണ്, നമുക്ക് 100% പെർഫെക്റ്റ് ഒന്നുമില്ല, നമുക്ക് നമ്മുടെ വീക്ക്നെസ്സൊക്കെ ഉണ്ട്. പക്ഷേ ക്രിസ്തുവിൽ നമ്മൾ പെർഫെക്റ്റ് ആവുകയാണ്. അപ്പോൾ ഈ ബൈബിൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സറിയാൻ നമുക്ക് പറ്റുന്നു, ദൈവത്തിൻ്റെ തോട്ട്സ് അറിയാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മളെ ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം അതിൽ ബൈബിളോടെ നമ്മൾ ട്രെയിൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് ബൈബിൾ എഴുതിയ പോലെ ഓൾ സ്ക്രിപ്റ്റേഴ്സ് ഈസ് ഗോഡ്സ് ബ്രിത്ത് ആൻഡ് ഈസ് യൂസ്ഫുൾ ഫോർ ടീച്ചിങ്, റിബോക്കിംഗ്, കറക്റ്റിംഗ് ആൻഡ് ട്രെയിനിങ് എ റൈറ്റസ്നെസ്. അപ്പോൾ ട്രെയിൻ ചെയ്യാനും റിബോക്ക് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും സ്ക്രിപ്ചറിൽ നമുക്ക് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ദൈവത്തിനെ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള, ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മനസ്സാക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് പറ്റും.
നാലാമത്തെ ഒരു ഇതാണ് ഹമ്പിൾ ആകുക. അതിൽ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ ചാപ്റ്റർ 2 വേർഡ്സ് 5 and 8. ആ 5:8 5-8 വരെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവമാണ് തന്നെ താഴ്ത്തി ഹമ്പിളാകുക. തൻ്റെ പിതാവായ ദൈവത്തിനുള്ള ക്രൂശിലും മരിക്കുന്നവരെ ഹമ്പിളായിരുന്നു. അപ്പം നമ്മളും അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഒരു ബിഹേവിയർ എന്ന് വെച്ചിട്ട് ഹമ്പിൾ ആറ്റിറ്റ്യൂഡ്, ആരോടും എന്താ പറയുക അധികം കോപിക്കാതെ എല്ലാവരോടും സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എല്ലാവരോടും ഹമ്പിളായി പെരുമാറുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. ഇതിലെഴുതിയ പോലെ തൻ്റെ മരണം വരെ തന്നെ എന്തായിരുന്നു, ഹമ്പിളായിരുന്നു. പിന്നെ നമുക്ക് എന്തിന് ഈ ദൈവത്തിൻ്റെ മനസ്സ് എന്തിനറിയണം എന്നുള്ളൊരു ഇതാണ് നമുക്ക് ടോപ്പിക്ക്, അതൊരു ഭാഗം. അതിൽ നമുക്ക് വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:32. അപ്പോൾ ദൈവത്തിന് എന്താ പറയുക, അപ്പോൾ ഈ ദൈവത്തിൻ്റെ മനസ്സറിയുന്ന ആളുടെ ഒരു എന്തിനറിയണം അതിൻ്റെ ഒരു മീനിങ് ആണ് എന്ത് കമ്പാരിഷൻ. നമ്മൾ ഈ എഫിഷ്യറിൽ എഴുതിയത് കമ്പാരിഷൻ ദയം എന്താ പറയുക ഒരു മനസ്സിൽ ഉണ്ടാവണം വ്യക്തിക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് അറിയുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലുണ്ടാവണം വേറെ തൻ്റെ കൂടെയുള്ള ആളോടും ഒക്കെ, അല്ലെങ്കിൽ കൂടുതൽ ആളല്ലെങ്കിലും നമ്മളൊരു പ്രോട്ടിയുടെ ഒരാൾ കാണുകയാണെങ്കിലും ക്രിസ്തുവിൻ്റെ ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരാളാണെങ്കിലും നമുക്ക് അവിടെ എടുക്കട്ടെ ആ ചിന്ത പാടില്ല. ചിലപ്പോൾ ആ ആളുടെ ആയാലും നമ്മൾ ദയ തോന്നണം, ഹെൽപ്പ് ചെയ്യണം, നമുക്ക് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യണം ഒരാളോട്. പിന്നെ അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് പ്ലാൻ, ദൈവത്തിൻ്റെ പ്ലാൻസ് എല്ലാം നമുക്ക് എന്ന് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്ലാനായിരുന്നു തൻ്റെ തെറ്റുപോയ മനുഷ്യന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ദൈവം ഒരു ഏൽപ്പിച്ച പ്ലാനാണ്. പോണ മുമ്പ് സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് പോയ സമയത്ത് നമുക്ക് തന്നെ ശിഷ്യന്മാർക്ക് പറഞ്ഞൊരു പ്ലാനാണ്, അല്ലെങ്കിൽ കൊടുത്ത ഗൈഡൻസാണ്. ഞാൻ വരുന്ന വരെ അറ്റം വരെ പോയി സുശേഷ അറിയിക്കുക. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലാനാണ്. അപ്പോൾ ദൈവം നമുക്ക് ഏൽപ്പിച്ചൊരു ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞ ദൈവത്തിൻ്റെ മീനിങ് മൈൻഡിലുള്ള അല്ലെങ്കിൽ ഒരു പ്ലാനാണ് പോയി സുശേഷ അറിയിക്കുക, ഈ ഹ്യൂമാനിറ്റീനെ സേവ് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ. അതിൽ മൂന്നാമത്തെ ഒരു ടോപ്പിക്കാണ് നമ്മൾ തന്നെ മറ്റൊരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ നമ്മൾ തന്നെ ഒരു തയ്യാറായിരിക്കണം. അതിൽ യോഹന്നാൻ 15:9-17 വരെയുള്ള വാക്യമുണ്ട്. അതിൽ 13-ാമത്തെ വാക്യം. അപ്പോൾ അതിൽ 9-17 വരെ വാക്യം ഫുള്ളും യേശുക്രിസ്തു സ്നേഹത്തിനെ കുറിച്ചാണ് എഴുതിക്കുന്നത്. അപ്പം അതിലൊരു ചെറിയൊരു ഭാഗമാണ് സ്നേഹിതന്മാരെ വേണ്ടി സാക്രിഫൈസ് ചെയ്യണത്. അതിൽ അത്ര വലിയ സ്നേഹം വേറെ വീട്ടിൽ അത്ര ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു സ്നേഹിതനായിരിക്കും ചിലപ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ലോകത്തിലുള്ള ആരെങ്കിലും പറയും നീ എന്തിനാണ് അവനെ ഹെൽപ്പ് ചെയ്തത്. ചിലപ്പോൾ എന്താ പറയുക ഭയങ്കര ഒന്നുമില്ലാത്ത ഒരാളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആൾക്കാരൊക്കെ തള്ളി കളഞ്ഞായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്കും അതെന്ത് എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മളത് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, തള്ളി കളയരുത്. നമ്മളെന്ത് ചെയ്യണം, യേശുക്രിസ്തു കാട്ടി തന്ന പോലെ ഒരു മാതൃകയാണ്. ഒന്നുമില്ലാത്ത ആൾക്കാരെ പോയി ഹെൽപ്പ് ചെയ്യുക, കുരുടനെ പോയി കുരുട് മാറ്റുക,
ലെപ്രസി ഉള്ള ആൾ. അന്ന് യഹൂദന്മാരുള്ള ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു ലെപ്രസി. അങ്ങനത്തെ ആളെ ദൂരത്തെ കണ്ടാൽ പോലും അടുത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ ഓടിപ്പോണമെന്നാണ്. അപ്പോൾ തൊടേ ചെയ്യരുത്. പക്ഷേ യേശു ക്രിസ്തു പോയി അങ്ങനത്തെ ഒരാളാണ് പോയി തൊട്ട് സൗഖ്യമൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മളും അതുപോലത്തെ നമ്മൾ തന്നെ സാക്രിഫൈസ് ചെയ്യാൻ മറ്റൊരാൾക്ക് വേണ്ടി നമ്മളത്തെ പോലെ തന്നെ യേശു ക്രിസ്തുവിനെ ആൾക്കാർ നമ്മുടെ ഈ സാക്രിഫൈസ് കൂടെ യേശു ക്രിസ്തുവിനെ കാണാൻ ദൈവം ആൾക്കാർ ഇടയായി തീരണം. അപ്പോൾ അതിൽ ഞാൻ ഈ വാക്യം അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തിന് നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ദൈവത്തിൻ്റെ മനസ്സ് എന്തിനറിയണം എന്നുള്ള ഇതിലാണ്. അതിലെ ഏറ്റവും വലിയ ഒരു ഇതാണ് എന്തിനാണ് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സ് എന്തിനറിയണം എന്നാണ്. എന്തിനെ അറിയണം, അതായത് നമുക്ക് പറയാൻ ഇടയായത് എന്തിനാണ് ദൈവത്തിൻ്റെ മനസ്സ്, എനിക്ക് എൻ്റെ വഴി നോക്കി കടന്നുകൂടെ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ വേൾഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്തുണ്ടായാലും നമ്മളുണ്ടാക്കി നമ്മളെ ദൈവത്തിൻ്റെ മനസ്സറിയാവുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മുടെ വഴിക്ക് നോക്കി കിടന്നാൽ നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാർ നോക്കുകയാണെങ്കിൽ അവരവൻ്റെ മനസ്സ് നോക്കി അവർ ചോദിക്കും എന്തിനാണ് ദൈവത്തിൻ്റെ വഴി നോക്കണം. അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്, കുറവ് ആൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആവശ്യം വരുമ്പോൾ പറയും ദൈവത്തിന് വേണം, ആവശ്യം കഴിയുമ്പോൾ പറയും ദൈവമില്ല, ഞാൻ നിരീശ്വരവാദിയാന്ന് പറയും. അങ്ങനെ കുറേ കൂട്ടാൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ അവരെ നോക്കി നടക്കരുത്. പക്ഷെ നമ്മൾ എപ്പോഴും നമുക്ക് നമ്മളെ ലൈഫ് തന്ന നമ്മൾ രക്ഷപ്പെടുത്തിയ ആ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നമ്മൾ നടക്കണം. എന്നാലേ നമുക്ക് ആ പറഞ്ഞ വാക്തത്വം ഉണ്ട് സ്വർഗത്തിലേക്ക്. ഈ ഭൂമിയിലുള്ള വാക്തത്വം അല്ല നമ്മൾ മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഇനി അപ്പുറം വേറെ ലോകമുണ്ട്. ഇതിവിടെ ലോകം പെട്ടെന്ന് എത്ര കൂടിപ്പോയാൽ അധികം പൈസ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ കുറേ ഇവിടുത്തെ കുറേ ഇങ്ങനെ തിങ്ക് ചെയ്തിരുന്നാൽ ഇവിടെ ഇരിക്കും. പക്ഷേ ഇതിനപ്പുറം ഒരു ലോകമുണ്ട്. അപ്പോൾ ആ ലോകത്തിലേക്കാണ് നമ്മുടെ യേശു ക്രിസ്തുവിനെ കാണാൻ വേണ്ടി, നമ്മുടെ നാഥനെ കാണാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ, അപ്പോൾ ഈ ഇവിടുത്തെ ചിന്ത വിട്ട് ആ ചിന്തയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ആ ഫോക്കസ് ചെയ്യണമെങ്കിലാണ് ദൈവത്തിൻ്റെ പ്ലാൻ നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ, മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചിന്ത വരുമ്പോഴാണ് നമ്മളെന്ത് ദൈവത്തിന് തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് വർദ്ധിക്കാൻ സഹായിക്കും. നമ്മൾ കൂടെ താമസിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് സ്നേഹിക്കാൻ സഹായിക്കും. പിന്നെ നമുക്ക് ഈ സൊസൈറ്റിയിൽ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സഹായിക്കും. ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഐഡിയാസ്, ദൈവത്തിൻ്റെ ചിന്തകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ സംഭവമാണ് ഒരു ഇമ്പാക്റ്റ്, സൊസൈറ്റി ഇമ്പാക്റ്റ്, പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സഹായിക്കും. അത് ഞാൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയാം. ഒരിക്കലും ഒരാൾ ഇങ്ങനെ ഒരാൾ ഫ്യൂണറൽ സർവീസിൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അനേകർ വന്നിട്ട് ആളെ വിറ്റ് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ വന്ന് പറഞ്ഞു പോയി. ആൾ ഇങ്ങനെ വലിയ ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു പോയി. ഇപ്പോൾ അവസാനം ഒരാൾ വന്നു. എന്നിട്ട് ആൾ പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും ഇദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ പറ്റി എന്നോട് പറഞ്ഞിട്ടില്ല. ഇത് കേട്ട് പലരും ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ രണ്ടാമത്തെ ആൾ പറഞ്ഞ ചോദ്യമാണ്, പക്ഷെ ഞാനിപ്പോൾ ഒരു വിശ്വാസിയാണ്. ബിക്കോസ് ഇങ്ങേരെ പ്രവൃത്തി, ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ കണ്ടാണ് ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടത്. അപ്പോൾ നമ്മളിലുള്ള പ്രവൃത്തി, നമ്മളിലുള്ള നമ്മൾ ചെയ്ത ഇമ്പാക്റ്റ് സൊസൈറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടെ യേശു ക്രിസ്തുവിനെ കാണാൻ ഇടയായി തീരും. അപ്പോൾ ഈ വചനത്തോടെ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക വേണ്ടി. താങ്ക് യു.